എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പിങ്ക് കളർ ഗോതമ്പ് പാൽപ്പായസമാണ്. ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്കിതിലേക്ക് ഒരുപാട് ചേരുവകൾ തന്നെ ഒന്നും ആവശ്യവുമില്ല. നിത്യവും നമ്മൾ തയ്യാറാക്കുന്ന പായസത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ ഒരു പായസം. അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനകത്ത് നമ്മുടെ പായസം ഞാനിവിടെ തയ്യാറാക്കുന്നത് കുക്കറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി കുക്കർ ഒന്ന് ചൂടായി വരട്ടെ. കുക്കർ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലൊന്ന് ഇളക്കി കൊടുക്കാം. പാല് തിളയ്ക്കുന്നത് വരെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. പാല് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ പച്ചരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പച്ചരി ഇല്ലെങ്കിൽ പായസമൊക്കെ തയ്യാറാക്കുന്ന പുന്നല്ലരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ട് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ട് വരാം. ഇതൊരു 125 ഗ്രാം അളവുണ്ട്. അങ്ങനെ നമ്മുടെ പാലിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പാല് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള ഗോതമ്പ് പാലിലേക്ക് ചേർക്കാം. 125 ഗ്രാം അളവാണ് ഈ ഒരു 2 പാക്കറ്റ് പാലിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. നമ്മൾ കുറച്ചെടുക്കാം, എങ്കിലും ഒരു തരി പോലും കൂടി പോകരുത്. ഇപ്പോൾ 100 ഗ്രാം അളവായാലും കറക്റ്റ് അളവാണ്. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഗോതമ്പാണെങ്കിലും അരിയാണെങ്കിലും അതിൻ്റെ അളവുകൾ കുറച്ചെടുക്കുമ്പോഴാണ് പായസത്തിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുന്നതും. ഗോതമ്പ് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗോതമ്പും കൂടി ചേർന്ന് ഒന്നുകൂടെ തിളച്ച് വരണം. പാല് വീണ്ടും നല്ല പോലെ തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 250 ഗ്രാം അളവിൽ പഞ്ചസാര ചേർക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു പായസത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു മെഷർമെന്റ് ആണ് 250 ഗ്രാം അളവിലുള്ള പഞ്ചസാര കൂടെ ചേർക്കാം. നിങ്ങൾ ഒരു പാക്കറ്റ് പാൽ വെച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ 250 ഗ്രാമിന്റെ പകുതി അളവ് എടുത്താൽ മതിയാകും. 125 ഗ്രാം അളവ് പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഉടൻ തന്നെ കുക്കർ മൂടി കൊടുക്കാം. പായസം തയ്യാറാക്കാൻ എടുക്കുമ്പോൾ നിങ്ങളുടെ കുക്കറും ഇതിൻ്റെ ആ ഒരു വാഷറൊക്കെ കറക്റ്റ് ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ടും. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്നതും. ഇനിയിപ്പോൾ കുക്കർ മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ എയർ ഒന്ന് പിടിച്ചു വരട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കറാണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ചൂടുവെള്ളമൊക്കെ കൊണ്ട് കഴുകിയതിന് ശേഷമായിരിക്കണം ഇതുപോലെ പായസം തയ്യാറാക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു പായസം പിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം പായസം തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മൾ കുക്കർ മൂടുമ്പോൾ എയർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് നല്ല പോലെ ഒന്ന് എയർ പിടിച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ നിന്നും നല്ല പ്രഷർ പിടിച്ച് ഒരു വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നും കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ നേരം ചെറിയ തീയിലിരുന്ന് പായസം ഒന്ന് റെഡിയായി വരട്ടെ. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 1/2 മണിക്കൂർ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പായസം തുറന്നു നോക്കേണ്ടത്. ഇനി ഞാൻ ഈ കുക്കർ ചെറിയ ബർണറുള്ള അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം വളരെ തന്നെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ടും. ഇനി 1/2 മണിക്കൂർ നേരം ചെറിയ തീയിലിരുന്നു കൊണ്ട് പായസം വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കുക്കറിന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പായസം ഇതുപോലെയാണ് ആയി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു അരികു ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് പാല് നല്ല കട്ടിയായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് തവി വെച്ചിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുള്ളത്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള പിങ്ക് കളർ ഗോതമ്പ് പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ ഒരു പായസം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്ന് ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.